എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ്. യൂഷ്വലി കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വെള്ളക്കെട്ടുകൾ ചിലപ്പോൾ ചവിട്ടാൻ സാധ്യതയുണ്ട്. പ്രോപ്പറായിട്ടുള്ള പാദരക്ഷകർ യൂസ് ചെയ്തില്ലെങ്കിൽ എലിയുടെ മൂത്രമോ എലിയുടെ അവശിഷ്ടമോ നിറഞ്ഞ ഈ വെള്ളത്തിൽ നിന്ന് ലെപ്റ്റോസ്പൈറോസിസ് പരത്തുന്ന രോഗാണു കുട്ടികളുടെ കാലിൽ മുറിവിൽ കൂടെ ദേഹത്ത് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ അവരുടെ ഫുട് വെയർസ് പ്രോപ്പറായിട്ട് മാറ്റി ക്ലീൻ ചെയ്യാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. എലിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ ശക്തമായ ചൂട്, കണ്ണിന് പുറകിൽ വേദന, മഞ്ഞപ്പിത്തം, പേശികൾക്കുണ്ടാകുന്ന വേദന, മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക, സിവിയർ കേസസിൽ ബ്രെയിനിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന മെനിഞ്ചൈറ്റിസ് വരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇത് കറക്റ്റ് സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ വളരെ മാരകമായേക്കാവുന്ന ഒരു രോഗമാണ് ലെപ്റ്റോസ്പൈറോസിസ്. അടുത്തത് ഏറ്റവും കോമണായി നമ്മൾ കാണുന്ന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ. ഇതിൽ ഇൻഫ്ലുവൻസ, അലർജി, ആസ്മ, ന്യൂമോണിയ എന്നിവ പെടുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഫ്ലൂ, ഇൻഫ്ലുവൻസ എന്ന് പറയാൻ ഫ്ലൂ, അതിൻ്റെ രോഗലക്ഷണങ്ങൾ പനി, ചുമ, തുമ്മൽ, മൂക്കടപ്പ്, വേഗം കഫക്കെട്ടിലോട്ട് പോകാൻ സാധ്യത, ഇതെല്ലാമാണ് ഫ്ലൂവിൻ്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. ആദ്യമായി മാതാപിതാക്കൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ രോഗലക്ഷണങ്ങൾ പനിയും ചുമയും ഉള്ള കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ അവർ സ്കൂളിൽ പോവുകയാണെങ്കിൽ തന്നെ അവർക്ക് പേഴ്സണലായിട്ട് ടവലോ കർച്ചീഫോ കൊടുത്തുവിടാൻ ശ്രദ്ധിക്കണം. ഇത് ശ്വാസകോശത്തിൽ നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു രോഗമായതുകൊണ്ട് എപ്പോൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും കർച്ചീഫിലോട്ട് തുമ്മാൻ അവരെ പഠിപ്പിക്കേണ്ടതാണ്. ആസ്മയും അലർജിയും മുതലായ പ്രശ്നങ്ങളുള്ള കുട്ടികൾ പ്രോപ്പറായിട്ട് ഇൻഹേലർ മുടക്കാതെ ഉപയോഗിക്കേണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ അതിവേഗം അത് കഫക്കെട്ടായി ന്യൂമോണിയ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഈ 3 അസുഖങ്ങളാണെങ്കിലും 3 ഗ്രൂപ്പിൽ വരുന്ന കാറ്റഗറി ആണെങ്കിലും മേൽപ്പറഞ്ഞ എല്ലാ രോഗങ്ങളിലും, അത് കൊതുകിൽ കൂടെ പകരുന്നതായിക്കോട്ടെ, വെള്ളത്തിൽ കൂടെ പകരുന്നതായിക്കോട്ടെ, ശ്വാസ സംബന്ധമായ പ്രശ്നമായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾസ് ഒന്നാണ്. അതായത് ശുചിത്വം പാലിക്കുക, കൈകാലുകൾ എപ്പോഴും കഴുകുക, വൃത്തിയായി വെക്കുക. പിന്നെ വാക്സിൻസ്, ഇൻഫ്ലുവൻസ രോഗവും അതിൻ്റെ കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായി നമ്മൾ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് 6 മാസം മുതലുള്ള കുഞ്ഞുങ്ങളിൽ ഫ്ലൂ വാക്സിൻ അനുശാസിക്കുന്നുണ്ട്. എല്ലാ വർഷവും ജൂൺ ജൂലൈ സമയത്ത്, അതായത് മഴക്കാല രോഗത്തിൽ തുടങ്ങുന്നതിന് മുന്നേ എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് ഇൻഫ്ലുവൻസയും അതിനോടനുബന്ധിച്ചുള്ള രോഗലക്ഷണങ്ങൾ തന്നെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്.